Hi friends, welcome to Lal Brothers Media. നമ്മുടെ ഈ വീഡിയോയില് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അതായത് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ആ ചാപ്റ്ററിൽ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇക്വേഷൻ പഠിക്കുന്നത് എളുപ്പമാർന്നുകൊണ്ട് നമ്മള് ട്രാൻസ്ലേറ്ററി മോഷൻ, ഇത് റൊട്ടേഷണൽ മോഷൻ, ട്രാൻസ്ലേറ്ററി മോഷനില് നമ്മൾ മാസ് ഉപയോഗിക്കും. മാസിന് പകരമായി ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ മാസ് ചെയ്യുന്ന റോള് ഇവിടെ ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ ചെയ്യുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ മാസിന് പകരം റൊട്ടേഷണൽ മോഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, അവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ, ഇവിടെ വെലോസിറ്റി, ഇവിടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ഇവിടെ ആക്സലറേഷൻ, ഇവിടെ ആംഗുലാർ വെലോസിറ്റി ആൽഫ, ഇവിടെ ഫോഴ്സ്, ഇവിടെ ടോർക്ക്, ഇവിടെ മൊമെന്റം, ഇവിടെ ആംഗുലാർ മൊമെന്റം എല്. ഇത്ര അറിഞ്ഞാൽ മതി, നമുക്ക് എല്ലാ ഇക്വേഷനും പഠിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ട്രാൻസ്ലേറ്ററി മോഷനിലെ ഇക്വേഷൻസ് നമുക്ക് അറിയായിരിക്കും. ആ ഇക്വേഷൻ വെച്ച് റൊട്ടേഷണൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. അത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മള് ഫോഴ്സ് എങ്ങനെ കാണും, എം എ എന്നല്ലേ കാണുന്നത് ഫോഴ്സ്. ഫോഴ്സിന് പകരം ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്, ഫോഴ്സിന് പകരം ഉപയോഗിക്കുന്നത് ടോർക്ക് അല്ലേ. അപ്പൊ ടോർക്ക് എങ്ങനെ കാണുന്നത്, എം, മാസിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ് ഐ, എക്ക് പകരം ഉപയോഗിക്കുന്നത് ആൽഫ. ഒന്നാമത്തെ ഇക്വേഷനായി ടോർ ആളുടെ ഫോമിൽ എന്ന് പറഞ്ഞാൽ ഐ ആൽഫ. വേറെ ഉണ്ട്, നമ്മള് പവർ കാണുന്നു, പവർ കാണും, വർക്ക് ബൈ ടൈം എന്നുണ്ട്. അതല്ല വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മള് വർക്ക് ഇൻറ്റു പവർ പഠിക്കും, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ പവർ ഇത് ട്രാൻസ്ലേറ്ററി ആണ്. റൊട്ടേഷണൽ പവർ അങ്ങനെ കാണുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. ഫോഴ്സിന് പകരം എന്താ ഉപയോഗിക്കുന്നത് ടോർക്ക്. വെലോസിറ്റിക്ക് പകരം എന്താ ഉപയോഗിക്കുന്നത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. നമ്മൾ എന്ത് കിട്ടി, റൊട്ടേഷണൽ മോഷനിലെ പവർ കിട്ടി, ടോ ഒമേഗ. വേറെ ഇക്വേഷൻ നമ്മുടെ 3 ഇക്വേഷൻ പഠിക്കും. അതായത് മോഷന്റെ സ്ട്രൈറ്റ് ലൈനിൽ 3 ഇക്വേഷൻ പഠിക്കും. ഇക്വേഷൻ ഇതൊക്കെയാണ്: V equal to V0 plus 80, X equal to V0t plus half 80 square, V square equal to V0 square plus 2ax. ഇത്രയും പഠിക്കുന്നതാ. ഇതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷനും റൊട്ടേഷൻ മോഷനും ഉണ്ട്. എന്തൊക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലെ ഇക്വേഷൻസ് ഏതാ. ഇപ്പൊ എളുപ്പമാണ്. ഈ V0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയും നമ്മൾ യു എന്നായി പഠിച്ചോളൂ. V0 ഇനിഷ്യൽ വെലോസിറ്റി, നമ്മൾ ടെസ്റ്റിൽ V0 ഉള്ളൂ കേട്ടാ. V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. അപ്പൊ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ V അല്ലേ, Vക്ക് എന്താ ഉപയോഗിക്കുന്നത് ഒമേഗ. അപ്പം ഒമേഗ ഈക്വൽ ടു V0 നമ്മൾ എന്ത് കൊടുക്കും, ഒമേഗ 0 ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്താണ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി പ്ലസ് AT അല്ലേ, ആക്സലേഷൻ ഇൻറ്റു ടൈം. ആക്സലേഷൻ പകരം എന്താ ഉപയോഗിക്കുന്നത് ആൽഫ. അപ്പം ആൽഫ ഇൻറ്റു ടി, ടൈം വ്യത്യാസമില്ല. നമ്മൾ പഠിച്ച ഇക്വേഷൻ. അടുത്ത ഈ ഇക്വേഷൻ ചെയ്താലോ, എക്സിന് പകരം ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് തീറ്റ. ഈ ഇക്വേഷൻ ആണ് എന്ന് എക്സിന് എന്താ ഉപയോഗിക്കുന്നത് തീറ്റ ഈക്വൽ ടു V0t ഒമേഗ 0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. അതായത് എടുക്കുകയാണെങ്കിൽ ഒമേഗ സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. അതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ്, ഈ ഒരു സാധനം അറിയാമെങ്കിൽ ഏത് ഇക്വേഷൻ റൊട്ടേഷൻ മോഷൻ പഠിക്കാൻ പറ്റും കേട്ടോ. അവിടെ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിന്റെ കൂടെ പഠിക്കേണ്ടത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, അത് പഠിക്കണം. അത് പറയുന്നത് ഒരു റോഡ്, ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ ഇവിടെ ഒരു മാസ് ഉണ്ട്, M1 മാസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് R1. ഇവിടെ ഒരു മാസ് തൂക്കിയിട്ടുണ്ട്, M2 ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് R2. ബൈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ഇതാ പറയുന്നത് M1 R1 ഈക്വൽ ടു M2 R2. ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ഉണ്ട്. M1 R1 ഈക്വൽ ടു M2 R2. പിന്നെ ഒന്നുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ആംഗുലാർ മൊമെന്റം. ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതിന് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, അതുകൂടാതെ പ്രോബ്ലം ഉണ്ട്. അവിടെ എന്താ പറയുന്നത്, ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ L കോൺസ്റ്റന്റ് ആണ്.
നമ്മൾ സാധാരണ മൊമെന്റ് എങ്ങനെ കാണുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ മൊമെന്റ് എങ്ങനെ കാണും? മാസിന് വരെ ഉപയോഗിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? ആംഗിൾ വെലോസിറ്റി. എല്ലാ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഇക്വേഷൻ അല്ല. അടുത്ത് ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ I1 omega 1 equal to I2 omega 2. ഈ ഇക്വേഷനാണ് വേണ്ടത് പ്രോബ്ലത്തിന് വേണ്ടി. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ റോളിംഗ് മോഷൻ ഉണ്ട്, അത് ഇക്വേഷൻ ആവശ്യമുള്ള ഞാൻ പറഞ്ഞു പോകും. റോളിംഗ് മോഷൻ ഉണ്ട്. ബാക്കി ഇത്രയാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ഉപയോഗിച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലം എളുപ്പമുള്ള പ്രോബ്ലമാണ്. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ടോർക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോർക്ക് ഓഫ് ഫോഴ്സ്. ടോർക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് പറയുന്നത് 7I plus 3J minus 5K. പിന്നെ about the origin, the force act on the particle whose position vector is. Position vector എന്ന് പറഞ്ഞാൽ R. അതും തന്നിട്ടുണ്ട്. I minus J minus K. എല്ലാം ക്യാപ്പ് ഉണ്ട്, ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തേക്ക് കണ്ടുപിടിക്കുന്ന ടോർക്ക് അല്ലേ? ടോ ഐ ആൽഫ നല്ല അത് വെക്റ്റർ പ്രോഡക്റ്റ് ആയിട്ട് കാണാം കേട്ടാ. R ക്രോസ് എഫ് നമ്മൾ സ്റ്റാർട്ടിങ്ങിനാണ് പഠിക്കുന്നത്. എങ്ങനെയും കാണാം, ആറിന്റെയും എഫിന്റെയും വെക്റ്റർ പ്രോഡക്റ്റ് ആണ് കാണാം. അപ്പൊ നമുക്ക് എങ്ങനെ വെക്റ്റർ പ്രോഡക്റ്റ് കാണാം? ഇവിടെ R ക്രോസ് എഫ് നോക്കിക്കോ, എങ്ങനെയാണ് വെക്റ്റർ പ്രോഡക്റ്റ് കാണുന്നത്? 4ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എന്ത് വരയ്ക്കുക? ഡിറ്റർമിനന്റ് വരയ്ക്കുക. ഇവിടെ ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത് IJK. ഫസ്റ്റ് റോയില് IJK ഓർത്തോഗണൽ വെക്ടേഴ്സ് എഴുതുക. രണ്ടാമത്തത് ഇവിടെ ഫസ്റ്റ് ആണ് നോക്കുക, വെക്ടർ R അല്ലേ? ആ വെക്ടർ ആറിന്റെ കമ്പോണൻസ് എഴുതുക. അപ്പൊ നോക്കിയോ, രണ്ടാമത്തെ റോ എഴുതേണ്ടത് ആറില് ഐയുടെ കൂടെ ഇരിക്കുന്ന കോഎഫിഷ്യന്റ് ഇവിടെ എത്ര ഉള്ളത്? 1. അടുത്ത് ജെയുടെ കൂടെ ഉള്ളത് -1, കെയുടെ കൂടെ ഉള്ളത് -1. ഇവിടെ പ്ലസ് ആണ്, +1. അടുത്ത് രണ്ടാമത് എഫിലെ വരുന്നത് എഫിന്റെ കമ്പോണൻസ്. ഐയുടെ കൂടെ ഉള്ളത് 7, ജെയുടെ കൂടെ ഉള്ളത് 3, കെയുടെ കൂടെ ഉള്ളത് -5. ഇനി എങ്ങനെ കാണാം? അത് നമ്മള് ഇതൊക്കെ ഐ എടുക്കുക. ഐ എടുക്കുമ്പോൾ ആ റോയും ആ കോളവും കളയുക. അപ്പം ആ റോയും പോയി ആ കോളവും പോയി, ഇത്രയും പോയേ. ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കി എന്തൊക്കെയുള്ളത്? -1. ഇവിടെ എത്ര? 1 മാത്രം കൊടുത്താൽ മതി. ഇവിടെ എത്രയാണ്? 3. ഇവിടെ എത്രയാണ്? -5. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ആദ്യം ഇൻറ്റു ചെയ്യുക. -1 ഇൻറ്റു -5. അപ്പൊ എന്താ കിട്ടും? 5 മൈനസ് നമ്മളെ ഇക്വേഷനുള്ള മൈനസ് ആണ് കേട്ടോ, മെത്തേഡിലുള്ള മൈനസ്. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 1 3. എത്ര ഉള്ളൂ? അടുത്ത് ജെ എടുക്കാം. ഓൾട്ടർനേറ്റഡ് പ്ലസ് മൈനസും ആണ്. നമ്മൾ അടുത്ത് പ്ലസ് ഐ എടുത്തു. അടുത്ത് എടുക്കേണ്ടത് എന്താണ്? ഈ മെത്തേഡില് -j എടുക്കേണ്ടത്. അപ്പൊ എന്തെടുക്കാം? -j. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ റോയും കളഞ്ഞു, ആ കോളവും കളഞ്ഞു. ഓക്കെ, ഇത് പോയെ. ആ റോ ഓൾറെഡി പോയി, ബാക്കി 3 പോയി. ബാക്കി എന്തൊക്കെയാ? ഈ നടുക്കളോ പോയി. ബാക്കി എന്താണ്? 1. ഇവിടെ എത്രയാണ്? 1 ഇവിടെ എത്ര? 7 -5. ക്രോസ് പ്രോഡക്റ്റ് അല്ലേ? 1 ഇൻറ്റു -5 -5. പിന്നെ ആ മെത്തേഡിൽ എന്തുണ്ട്? മൈനസ് തിരിച്ച് 7 ഇൻറ്റു 1 7. അടുത്ത് എന്തെടുക്കുക? ഇവിടെ പ്ലസ് ഐ -j. അടുത്തെന്താണ്? പ്ലസ് കെ എടുത്തു. കെ എടുക്കുമ്പോ എന്താണ്? ആ റോയും പോയി, ആ കോളവും പോയി. അപ്പൊ ഇത് ലാസ്റ്റ് പോയെ. ബാക്കി എന്താണുള്ളത്? 1. ഇവിടെ എന്തുണ്ട്? -1. ഇവിടെ എന്താണ്? 7. ഇവിടെ എന്താണ്? 3. ക്രോസ് പ്രോഡക്റ്റ് ഇതെങ്ങനെ ക്രോസ് ചെയ്യുക? 1 ഇൻറ്റു 3 3 -7 ഇൻറ്റു -1 -7. -7 ആണ്. മൈനസിന് മൈനസ് എന്താണ്? പ്ലസ് എന്താണ്? 7. ഇവിടെ എത്ര കിട്ടും? 5 - 2 ഇൻറ്റു ഐ 2i. ഇവിടെ മൈനസ് ആണ്. -5 -7 -12 എന്ന് കിട്ടും. -12 ഇൻറ്റു -j. മൈനസ് എന്താവും? പ്ലസ് ആയി. ബാക്കി 12 എന്താണ്? j. ഇവിടെ 3 + 7 10. പ്ലസ് എന്ത് കിട്ടും? 10k. ഇതാണ് ടോ വെക്ടർ. ഇവിടെ ക്യാപ്പ് കൊടുത്തു. ഇത്രേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ടു മെയിൻറ്റെയിൻ എ റോട്ടേറ്റർ at a uniform angular speed of 200 radian per second. An engine needs to transmit a torque of 180 Newton meter. What's the power required by the engine? എളുപ്പമാണ്. എന്തൊക്കെ വന്നിട്ടുണ്ട്? ഒമേഗ വന്നിട്ടുണ്ട്, 200 റേഡിയൻ പെർ സെക്കൻഡ്. അടുത്ത് പിന്നെ എന്തുണ്ട്? ഫോഴ്സ് ടോർക്ക് ഉണ്ട്, 180 ന്യൂട്ടൺ മീറ്റർ. കാണാൻ പറയുന്ന പവർ, റൊട്ടേഷൻ പവർ കാണാനുള്ള ഫോർമുല എന്താ? ടോ ഇൻറ്റു ഒമേഗ. ടോ ഒമേഗ. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ടോ എത്രയാണ്? 180 ഇൻറ്റു ഒമേഗ എത്ര? 200. ആൻസർ ആയി. ഇവിടെ എത്ര കിട്ടും? 3630. യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട്. സിമ്പിൾ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kg rotates about its axis with angular speed 100 radian per second. അപ്പം സോളിഡ് സിലിണ്ടർ ആണ്, മാസ് തന്നിട്ടുണ്ട് 20 kg, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ആംഗുലാർ സ്പീഡ് ഉണ്ട് 100 radian per second. The radius of the cylinder is 0.25 meter. Radius തന്നിട്ടുണ്ട് 0.25 meter. What is the kinetic energy? Kinetic energy കാണണം, ആംഗുലാർ മൊമെന്റും കാണണം. അപ്പോൾ ഇവിടെ ഇനി ഈ ചാപ്റ്ററിൽ ഇത് കൂടാതെ പഠിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, റിങ്, ഡിസ്ക്, സ്പിയർ, സിലിണ്ടർ രണ്ടെണ്ണം പഠിക്കും. ഹോളോ സിലിണ്ടർ ഉണ്ട്, സോളിഡ് സിലിണ്ടർ ഉണ്ട്, പിന്നെ റോഡ്. ഇത്രയും കാണാൻ പഠിച്ചേ പറ്റൂ. നമ്മൾ ടെസ്റ്റിനകത്തൊരു ടേബിൾ ഉണ്ട്, അതിന്റെ ഐ കാണാനുള്ള ഫോർമുല കാണാൻ പഠിച്ചേ പറ്റൂ. നമുക്ക് ഇങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ എല്ലാത്തിലും ഐ വരും. ഐ എവിടേക്കാണോ വരുന്നത് അവിടേക്ക് എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത് സോളിഡ് സിലിണ്ടർ എന്നാ പറയുന്നത്. അപ്പൊ ഐ എന്ന് പറഞ്ഞ mr² അല്ല, സോളിഡ് സിലിണ്ടർ ഐ എന്ന്. അപ്പൊ അവിടെ എന്താ? സോളിഡ് സിലിണ്ടർ ആയതുകൊണ്ട് ഐ എന്ന് പറഞ്ഞ mr² എന്താണ്? 2 ആണ്. സോളിഡ് സിലിണ്ടർ. ഹോളോ സിലിണ്ടർ ആണ് mr². നിങ്ങൾ ടെസ്റ്റ് നോക്കുക. അതുകൊണ്ട് എല്ലാത്തിന്റെയും ഐ കാണാൻ പഠിക്കണം. എല്ലാ മെറ്റീരിയലിന്റെ ഐ എന്താ കാണാൻ പഠിക്കുക. റിംഗ് പഠിക്കുക, റിംഗ് 3 ഇക്വേഷൻ ഉണ്ട്. ഡിസ്ക് പഠിക്കുക, റോഡ് പഠിക്കുക, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, സോളിഡ് സ്പിയർ, ഹോളോ സ്പിയർ. ഇത്രേന്റെയും ഐ കാണാൻ പഠിച്ചോണം. നമുക്ക് പ്രോബ്ലത്തിന് ഐ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൈനറ്റിക് എനർജിയാണ്, റൊട്ടേഷൻ ആണ്, റോളിംഗ് അല്ല. കൈനറ്റിക് കാണാൻ ഫോർമുല, ജനറൽ ഫോർമുല എന്താണ്? അതുകൂടെ അവിടെ എഴുതാം. കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ഹാഫ് mv² അല്ലേ നമ്മൾ അവിടെ കാണുന്നത്? ഹാഫ് m അല്ലേ? മാസ് മൂലം മൊമെന്റ് ഓഫ് ഇനർഷ്യ. v² അല്ലേ? ഇവിടെ എന്താണ്? ω². അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താ? ഹാഫ് i ω². ഇപ്പൊ എന്ത് കിട്ടും? ഹാഫ് ഐ കിട്ടി. എന്താണ് നടക്കുന്നത്? mr²/2. ഞാൻ അവിടെ കൊടുക്കാം. mr²/2 ഇൻറ്റു എന്താണ്? ω². ഈ എല്ലാ വാല്യൂം കൊടുത്താൽ പോരെ. ഇവിടെ എത്ര? 4. എമ്മിന്റെ വാല്യൂ, എം എത്ര? 20. റേഡിയസ് എത്രയാണ്? 0.25 എന്താണ്? സ്ക്വയർ. ഒമേഗ എത്ര? 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 2 എത്രയാണ്? 4. ചെയ്ത് നോക്കുക. യൂണിറ്റ് ജൂൾ തന്നെ. യൂണിറ്റ് ജൂൾ കാൽക്കുലേറ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്ത് ഇനി എന്ത് കാണണം? അവിടെ ആംഗുലാർ മൊമെന്റ്. മൊമെന്റ് അവനെ കാണുന്നേ എല്ല് ഐ ഒമേഗ. ഇവിടെ ഐ വന്നു, സിലിണ്ടർ ആണ്. അപ്പൊ എന്താ? ഹാഫ് mr². പിന്നെ എന്താണ്? ഒമേഗ 1/2. എം നമുക്ക് വന്നിട്ടുണ്ട് 20. എത്രയാണ്? 0.25 സ്ക്വയർ. പിന്നെ ഒമേഗ എത്രയാണ്? 100. യൂണിറ്റ് പഠിച്ചോണം. യൂണിറ്റ്, ഇതിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ആംഗിൾ മൊമെന്റ് എങ്ങനെ കാണും? r×p എന്നും കാണും. r×p എന്നും കാണും. r×p ആംഗിൾ മൊമെന്റ് r×p. അപ്പൊ r എത്ര? മീറ്റർ. p നമ്മൾ അവിടെ വിളിച്ചുണ്ട്. മാസിന്റെ വെലോസിറ്റി അല്ലേ? മാസ് എത്ര? കിലോഗ്രാം. വെലോസിറ്റി എത്ര? മീറ്റർ സെക്കൻഡ് -1. അപ്പൊ എല്ലിന്റെ യൂണിറ്റ് r×p എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. r/m p എത്ര? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് -1. അപ്പൊ ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് കിലോഗ്രാം മീറ്ററിന് മീറ്റർ എന്തായി?
മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1 യൂണിറ്റ് പഠിച്ചോണം. അപ്പൊ എത്രയേ ഉള്ളൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റോഡ് ഓഫ് മാസ് m ലെങ്ത് l about an axis perpendicular to it through one end. അത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റിനകത്തുള്ള അതൊക്കെ ടെസ്റ്റിനകത്തുള്ള കേട്ടാ. സോൾവും ടെസ്റ്റിന് ബാക്ക് ക്വസ്റ്റ്യൻസ് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ പറയുന്നത് റോഡാണ്. റോഡ് അത് ലെന്ത് എൽ എന്ന് പറയുന്നു. അപ്പൊ ലെന്ത് എത്രയാണ്? എൽ ആണ്. അതിന്റെ മാസ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ക്യാപിറ്റൽ എം ആണ്. ഇതാണ് സ്വന്തം ആക്സസ്. ഇനി നമുക്ക് അവരുടെ സ്വന്തം ആക്സസ് അല്ല, അത് ഓൾറെഡി അറിയാം. ഈ ആക്സിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ടത് ml²/12. അത് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റിനകത്തുള്ള. ഇത് പറയുന്നത് ഒരു ആക്സിസ് കടന്നു വന്നു. എവിടെ കൂടെ? ഏതോ ഒരു എൻഡി കൂടെ കടന്നു വന്നു. ഏതെങ്കിലും ഒരു എൻഡാണ് ഇവിടെ വരയ്ക്കുകയാണ്. ഈ എൻഡി കൂടെ കടന്നു വന്നു. അപ്പൊ ഇതിന് ICM എന്ന് കൊടുക്കാം. ഇത് സെൻട്രോ മാസ നടുക്കായതുകൊണ്ട്. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു എഡ്ജിൽ കൂടി കടന്നു പോകുന്ന ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്ക്, ഇത് നടുക്കൂടല്ലേ കടന്നു പോകുന്നത്. അപ്പൊ ഇത് ഇത്ര എന്തായിരിക്കും? അതിന്റെ പകുതി L/2. നമ്മുടെ ഈ രണ്ട് ആക്സ് നോക്കുമ്പോൾ പരസ്പരം എന്താണ്? പാരലൽ ആണ്. അപ്പൊ ഏത് തിയറം? ബൈ പാരലൽ ആക്സസ് തിയറം. ബൈ പാരലൽ ആക്സസ് തിയറം അനുസരിച്ച് നമ്മൾ എങ്ങനെയാ I കാണുന്നത്? പാരലൽ ആക്സിന് കൊണ്ടിട്ടാണ് I is equal to ICM plus MA². ICM എന്ന് പറഞ്ഞാൽ നടുക്കൂടെ കടന്നു പോകുന്നു. അത് എത്രയും കിട്ടി? ml²/12 പ്ലസ് ഇവിടെ മാസ് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ എത്ര വരുന്നത്? L/2. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അപ്പൊ L/2ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? L²/4. ക്രോസ് ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? 4ml² പ്ലസ് 12ml². അപ്പൊ എത്ര കിട്ടി? 16ml². ഈ 4 ഇങ്ങോട്ട് 4ml², ഈ 12 ഇങ്ങോട്ട് 12ml². 4 + 12 ആണ് 16 ആയത്. ഡിവൈഡ് ബൈ 12 × 4 48. ഇതായത് കട്ട് ചെയ്ത് കിട്ടുന്നത് ml²/3. ഇത്രേ ഉള്ളൂ. പഠിച്ചു ചെയ്യണം. എക്സാം ചോദിച്ചുകൊണ്ട് ഈ വർഷം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് the angular speed of motor wheel is increased from 1200 RPM. RPM എന്ന് പറഞ്ഞാൽ revolution per minute ആണ്. to 3120 RPM. 3220 RPM. അവിടെ revolution per minute in 16 seconds. വീൽ എന്ന് പറഞ്ഞാൽ റിംഗ് ഷേപ്പ്. അതുകൊണ്ടാണ് വീൽ എടുത്ത് പറയുന്നത്. മറന്നുപോലെ വീല് റിംഗ് ഷേപ്പ് ആണ്. ശരി, തമ്മിലാണ് എടുത്ത് എഴുതാം. ആദ്യ RPM എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. എത്രയാണ്? 1200 RPM. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം ഈ പറയൊക്കെയാണ്. ഇത് റവല്യൂഷൻ എന്താക്കണം? റവല്യൂഷൻ റേഡിയൻ ആക്കണം. നമുക്കറിയാം ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര, ഒരു കറക്കം എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? 360. 360. അത് റേഡിയനിൽ പറയുമ്പോൾ എത്രയാണ്? 2π. ആംഗിളിൽ 360, റേഡിയനിൽ പറഞ്ഞ 2π. അപ്പൊ എങ്ങനെയാ കൺവേർട്ട് ചെയ്യും? 1200 ഇൻറ്റു റവല്യൂഷൻ എന്താക്കി? റേഡിയൻ ആക്കി. ഇപ്പൊ റേഡിയൻ ആക്കി 2π ഇൻറ്റു 2π എന്തായി? റവല്യൂഷൻ റേഡിയനായി. ഇനി താഴെ എന്താ ഉള്ളത്? മിനിറ്റ് അല്ലേ ഉള്ളത്. താഴെ മിനിറ്റ് അല്ല വരേണ്ടത്, സെക്കൻഡാ വരേണ്ട. പാറാണ് സെക്കൻഡാ വരേണ്ട. അപ്പൊ സെക്കൻഡ് ആക്കാം, മിനിറ്റ് സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60. ഇവിടെയാണ് എന്തോടെ ഇൻറ്റു 60 മുകളിലല്ല. ഈ മിനിറ്റ് കിടക്കുന്ന ഇവിടെ താഴെയാണ് മിനിറ്റ് കിടക്കുന്നത്. അതാണ് ഇൻറ്റു 60 കൊടുത്ത്. അപ്പൊ ഞാൻ ചെയ്ത കാര്യം ഇവിടെ എഴുതാം, മറന്നുപോലെ. റവല്യൂഷൻ പെർ മിനിറ്റ് അത് എന്താക്കാൻ? റേഡിയൻ റവല്യൂഷൻ പെർ മിനിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആക്കി എന്ത് ചെയ്യണം? 2π എന്താണ്? 60. 2π കൊണ്ട് ഇന്ത്യയും റേഡിയൻ ആവും. 60 കൊണ്ട് താഴെ ഇന്ത്യയും എന്തായി? മിനിറ്റ് എന്തായി? സെക്കൻഡ് ആയി. മറന്നുപോലെ. ശരി, ഇവിടെ ഒന്ന് കട്ടൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു 0 കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 20 40π എന്ന് കിട്ടും. 40π എന്തായി? റേഡിയൻ പെർ സെക്കൻഡ് ആയി. അത് രണ്ടാമത്തെ ഫൈനൽ വെലോസിറ്റി 3120 RPM. നമ്മൾ എന്ത് ചെയ്യും? 3120 ഇൻറ്റു 2π കൊടുത്തു. അപ്പൊ റവല്യൂഷൻ റേഡിയൻ ആയി. ഡിവൈഡ് ബൈ എന്ത് കൊടുത്തു? 60. 0 കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50 52 104 104π
റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ടൈം വന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 16 seconds. നമുക്ക് എന്താണ് എടുക്കേണ്ടത്? ഫസ്റ്റ് വാട്ട് ഈസ് ദ ആംഗുലർ ആക്സിലേഷൻ? ആക്സിലേഷൻ കാണണം, ആൽഫ കാണണം. ശരി, നമ്മൾ എന്തൊക്കെ എണ്ണം നോക്കാം. രണ്ട് വെലോസിറ്റി ഉണ്ട്, ആംഗുലർ വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, ആൽഫ ആണ്. വാ സൈൽ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമുക്കിവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ആംഗുലർ തീറ്റ ഇല്ല. തീറ്റ ഇല്ലാത്തതുകൊണ്ട് ഈ ഇവിടെ വ്യത്യാസമുണ്ട്. വി സ്ക്വയർ ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2ax ആണ്, 2 ആൽഫ തീറ്റ ആണ്. ശരി, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? തീറ്റ ആയതുകൊണ്ടാ. തീറ്റ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചു, ഇക്വേഷൻ ഉപയോഗിച്ചു. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാത്ത നമുക്ക് എന്ത് കിട്ടില്ല? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ നമ്മൾ അവർക്ക് ഇക്വേഷൻ ആണ് ഒമേഗ ഈക്വൽ ടു ω0 പ്ലസ് എന്താണ്? ആൽഫ ടി. അവിടുന്ന് ആൽഫ ആണ് എടുക്കേണ്ടത്. അപ്പൊ ആൽഫ ആണ് എടുക്കും. ഇത് ഇപ്പുറത്തുണ്ടെന്ന് അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുകയാണ്. ഒമേഗ എത്ര? 104 പൈ ഈക്വൽ ടു ω0 എത്രയാണ്? 40 പൈ പ്ലസ് ആൽഫ ഇൻറ്റു എത്രയാണ്? 16. ഇത് ഇപ്പുറത്തുണ്ടെന്ന് 104 പൈ 40 പൈ മൈനസ് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 64 പൈ ഈക്വൽ ടു 16 എന്താണ്? ആൽഫ. ആൽഫ 60, 16 ആൽഫ. ആൽഫയിലെ വേണ്ടത് 16 ഡിവൈഡ് ചെയ്തു. അപ്പൊ ആൽഫ ഈക്വൽ ടു 64 പൈ ഡിവൈഡ് ബൈ എന്താണ്? 16. ആൻസർ എത്ര കിട്ടി? 4 പൈ എന്ന് കിട്ടി. ആൽഫയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം എ പാർട്ടായി. അടുത്ത ബി പാർട്ട് എന്താ? ഹൗ മെനി റെവല്യൂഷൻ ഡസ് ദ എഞ്ചിൻ മേക്ക് ഡ്യൂറിംഗ് ദിസ് ടൈം? ഹൗ മെനി റെവല്യൂഷൻ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടാൽ മാത്രമേ നമുക്ക് എത്ര റെവല്യൂഷൻ അറിയാൻ പറ്റൂ. നമ്മൾ എന്ത് കാണണം? ഡിസ്പ്ലേസ്മെന്റ് കാണണം. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടിട്ട് ഡിവൈഡ് ബൈ 2π കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് റെവല്യൂഷൻ കിട്ടും. അപ്പൊ അടുത്ത് എന്താ കാണേണ്ടത്? തീറ്റയാണ് കാണേണ്ടത്. അപ്പം എയുടെ വാല്യൂ 4π ആണ്. ഞാൻ ബാക്കി ലെൻസായിട്ട് ചെയ്യാം. ഇവിടെ ചെയ്യാം. നോക്കിയാ തീറ്റ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കട്ടാ? രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. തീറ്റ കണ്ടുപിടിക്കണം. ω0 അതാ അടക്കണം 40 പൈ ഇൻറ്റു 16 പ്ലസ് 1/2 ഇൻറ്റു ആൽഫ എത്രയാണ്? 4π ഇൻറ്റു ടി 16ന്റെ സ്ക്വയർ. ഇത് ഇവിടെ എന്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 640 പൈ പ്ലസ് ഈ 2 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര? 2π. 14 സ്ക്വയർ 256 ഇൻറ്റു 2 512 പൈ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പൈക്ക് കാര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. പൈ വിട്ടാൽ മതി. അപ്പം ഇത്രയും ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1152 പൈ എന്ന് കിട്ടി. യൂണിറ്റ് എന്താണ്? റേഡിയൻ. നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് അല്ല ചോദിച്ചു, എത്ര റെവല്യൂഷൻ, ഹൗ മെനി റെവല്യൂഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ എങ്ങനെ കാണും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ എന്ത് കൊടുത്താൽ മതി? ഒരു റെവല്യൂഷന്റെ വാല്യൂ 2π കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? കട്ടായി. 2 കട്ടായി. ബാക്കി എത്ര കിട്ടും? 5 7 6. അപ്പൊ എത്ര റെവല്യൂഷൻ? 576 റെവല്യൂഷൻ. 16 സെക്കൻഡില് മൊത്തം എത്ര റെവല്യൂഷൻ ആണ്? 576 റെവല്യൂഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറയുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും അതിന് ഇപ്പം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്.